രജീബി, ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യമാണ് അത്. ഒരു കോൺഗ്രസ് സഹയാത്രികനോട് ചോദിക്കുന്നതിൽ പിന്നെയും ഖേദമുണ്ട്. കാരണം ജയിലിലേക്ക് പോകാൻ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ കഴിയുന്ന MLA-യെയും പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള വാക്ക് പറയേണ്ടി വരും. തള്ളിക്കളയാനും വയ്യ, കൊള്ളാനും വയ്യ. ഇനി ഇതിനെല്ലാം പിന്തുണ കൊടുത്ത് പൂജപ്പുര ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വറിനെയും പിന്തുണയ്ക്കേണ്ട ഒരു സ്ഥിതിഗതിയിലായോ കോൺഗ്രസ്? അപർണ, ഈ സംഭവത്തെ സംബന്ധിച്ച് കോൺഗ്രസിന് എന്താണ് ഒളിക്കാനോ മറയ്ക്കാനോ ജാള്യതപ്പെടേണ്ടതായിട്ടുള്ള എന്ത് ആവശ്യമാണുള്ളത്? കോൺഗ്രസുമായിട്ട് ഇതിനെ ഏത് തരത്തിലാണ് ബന്ധപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്? കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒഴിയാനോ മറയ്ക്കാനോ എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടല്ലോ. അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യകത ഉണ്ടോ? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ ചെയ്ത നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളുടെ ഫലം അയാളല്ലേ അനുഭവിക്കേണ്ടത്? 3 തരത്തിലുള്ള നടപടികളാണ് കോൺഗ്രസ് പ്രസ്ഥാനം അയാൾക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. അയാൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും പെട്ടയാളല്ല. അയാൾ നിയമരഹിതമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷയ്ക്ക് ഇന്ത്യയിലെ ന്യായ വ്യവസ്ഥ അനുസരിച്ച് ലഭിക്കേണ്ടതുണ്ട്. അതിൽ കോൺഗ്രസ് പാർട്ടി എന്താണ്? കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും. അതിൽ ഈ ഏറ്റവും കൂടുതൽ ഇന്ത്യ മഹാരാജ്യത്ത് ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമായ കോൺഗ്രസിന് അത് സംബന്ധിച്ച് എന്ത് ബന്ധമാണുള്ളത്? അതിനെ കോൺഗ്രസുമായിട്ടോ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുമായിട്ടോ ഈ സംഭവത്തെ കൂട്ടിക്കുഴയ്ക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യകതയും ഉയർന്നു വരുന്നില്ല. കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ നിലപാട് അതിന്റെ മുതിർന്ന നേതാക്കൾ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി കേരളീയ സമൂഹത്തിന് മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറമായിട്ട് ഏതെങ്കിലും തരത്തിൽ കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഇടപെടുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നിലപാട് പിന്നീട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ മുൻ നിലപാടിൽ നിന്ന് പിന്നോക്കം പോവുകയോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുമില്ല. നിയമം ലംഘിക്കപ്പെട്ടിട്ടുള്ളവർ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. നിയമവിരുദ്ധമായിട്ട് അതിനെ പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനമോ ഏതെങ്കിലും തരത്തിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതായിട്ടുള്ള ഒരു നടപടിയും ഒരു കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ അതിന്റെ അനുഭാവികളോ അല്ലെങ്കിൽ ആ ആദർശത്തിൽ വിശ്വസിക്കുന്നവരോ ചെയ്യുന്നില്ല. അവർ പൊതുസമൂഹത്തിന്റെ നന്മയെ ലാക്കാക്കിക്കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിന്റെ MLA പാർട്ടി എന്ത് നിലപാട് ഗത്യന്തരമില്ലാതെ എടുത്താലും കേരളത്തിലെ കോൺഗ്രസിന്റെ MLA എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? CPM-ഓ BJP ആണോ ഈ ഒളിക്കാൻ സഹായം കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്? ശ്രീ രജി, നോക്കൂ അപർണ, കോൺഗ്രസിന്റെ MLA എന്ന് വീണ്ടും അങ്ങ് എന്താണ് പറയുന്നത്? കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയല്ലേ? കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം അംഗമല്ല. കോൺഗ്രസിന്റെ ഒരു തരത്തിലുള്ള ഒരു ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. അദ്ദേഹം പാലക്കാട്ടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനല്ലേ? കേരളത്തിലെ ഭരണം കോൺഗ്രസിന്റെ കയ്യിലാണോ ഇപ്പോൾ ഉള്ളത്? അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലല്ലേ? CPM-ന്റെ കയ്യിലല്ലേ ഈ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പുള്ളത്? അപ്പൊ ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതും ഒളിവിൽ പോയ ആളെ കണ്ടെത്തേണ്ടതിന്റെയും ഉത്തരവാദിത്വം ആർക്കാണ് കേരളത്തിലുള്ളത്? കോൺഗ്രസ് പ്രസ്ഥാനത്തിനാണ്. ഞാൻ അതിന് രാഷ്ട്രീയപരമായിട്ട് മറുപടിയിലേക്ക് വരാം. ശ്രീ ഷാജി രാഘവൻ,